ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. ഇതൊക്കെ ഫ്രാക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ല. എന്താണ് ഒരു ഫ്രാക്ഷൻ, എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ മെത്തേഡ്. പക്ഷെ അതൊന്നുമില്ല. ഇവിടെ ഇതേപോലെ എന്താണ് ഒരു 15 മിനിറ്റിനുള്ളിൽ ഫ്രാക്ഷൻ തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് എന്താണ് സ്ലൈഡ്? എനിക്ക് കഴുത്തിന് ചെറിയൊരു വേദന വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരിയലൊക്കെ കുറച്ച് പൂർണ്ണമായും തിരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നമില്ലല്ലോ. ബേസിക് ഐഡിയ ഓഫ് എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ എന്താണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫ്രാക്ഷൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എന്താണ്, ഇപ്പം 4/8 ഈ ഒരു ഫ്രാക്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫ്രാക്ഷൻ ഇതിനെ നമ്മൾ പറയാം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, അംശം ഛേദം. അംശം ഛേദം എന്നല്ലേ നമ്മൾ പറയാം. ഒരു ഫ്രാക്ഷനെ അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും കൊണ്ട് എന്ത് ചെയ്യാം, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താണ്, ആ ഫ്രാക്ഷന് ഒന്നും സംഭവിക്കില്ല. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്താണ്, ഒരേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താലും ആ ഫ്രാക്ഷൻ എന്ത് സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല എന്നാണ് റൂൾ. അതായത് ഈ 4/2നെ 4/8നെ രണ്ടിനെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, 2 ആണ്. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 4 ആണ് അല്ലേ. അപ്പം 4/8ഉം 2/4 എന്താണ്, സെയിം ആണ്, ഈക്വൽ ടു ആണ് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ എന്താ, ഈ 4/8നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻറ്റു 5/5 ചെയ്തു, അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 × 5 എന്താ 20 ആണ്, 8 × 5 40 ആണ്. 20/40 എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ആണ് എന്തുമായിട്ട്, 4/8. ചുരുക്കി പറഞ്ഞാൽ 4/8ഉം 2/4ഉം 20/40 എന്താ, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ഫണ്ടമെൻ്റലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഫ്രാക്ഷനിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട്, ഇവിടെ എന്ത് ചെയ്യണം, ഈ 4/8ന് ഇവിടെ 2ഉം താഴെ 3ഉം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ, ആളാകെ മാറും. ഓക്കെ, ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ആ ഫ്രാക്ഷൻ എന്നില്ല, ഒന്നും സംഭവിക്കില്ല. നമുക്ക് പിന്നീട് കിട്ടുന്ന ഫ്രാക്ഷനും സെയിം തന്നെയായിരിക്കും. അതാണ് കാര്യം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് 2/5. 2/5ൻ്റെ കേസിൽ ഞാനിതാ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 4/4 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും, 8/20 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷനാണ്. ഇനി 2/5 ഇൻറ്റു 10/10 ചെയ്യുന്നു, അതെന്താ 20/50 എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫ്രാക്ഷനാണ്. 2/5 വേറെ ഒന്ന് സെയിം ആണെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ഇൻറ്റു 100/100 ചെയ്യുന്നു, അപ്പം 200/500. ഇതൊക്കെ എന്താണ്, ഒരേ ഫ്രാക്ഷൻ തന്നെയാണ്. അതായത് 2/5ഉം 8/20ഉം 20/50ഉം 200/500 ഒക്കെ എന്താണ്, ഒരേ ഫ്രാക്ഷനാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇത് കട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താണ് 8/10 എന്നുണ്ടാവും, പിന്നെ വീണ്ടും കട്ട് ചെയ്തിട്ട് 4/5 അങ്ങനെ പോകുന്ന നിങ്ങളല്ല. അപ്പോൾ ഇതെന്ത് തേങ്ങ ഇവർ ചെയ്യുന്നത് നമുക്ക് തോന്നുമെങ്കിലും സംഭവിക്കുന്നതെന്നാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതായത് ആ നമ്പറിന് എന്ത് ചെയ്യുക, ഒരേ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 80/100 ഇതിനെ പല രീതിയിൽ ചെയ്യട്ടോ. ഞാൻ ആദ്യം ഇതിനെന്താ, രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് 10 ഉണ്ട് അല്ലേ, രണ്ടിനെയും 10 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ആവും, 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8/10. ഇതാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്. ചില ഇങ്ങനെ ഇടും 8/10 ഇടും. കാരണം എന്താ, ഈ 0 കട്ട് ചെയ്യുമ്പോൾ ശരിക്ക് 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 8/10 അവിടെ അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനെയും കോമൺ ആയിട്ടുള്ള ആളില്ലേ, 8ലും 10ൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യല്ലേ. അപ്പം എന്താവും, ഇത് 4 ആവും, ഇത് 5 ആവും. 4/5 അതാണെന്ത് നമ്മളുടെ ഫൈനൽ. ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ അവിടെ 4/5ൽ അപ്പുറം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 8/100 എന്ന് പറഞ്ഞാൽ അത് 80/100 എന്ന് പറഞ്ഞാൽ 4/5 ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം. ഏതൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എഴുതുമ്പോഴും
നിങ്ങൾ നല്ലൊരു മിടുക്കനാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അതായത് ഈ രണ്ടും കോ പ്രൈം ആയിരിക്കണം. ഇവർക്ക് രണ്ടിൽ പിന്നെ കോമൺ ആയിട്ടുള്ള എന്താണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവരുത്. ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ എല്ലാ ഫ്രാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. നിങ്ങളിപ്പോൾ എവിടെ ചോദ്യം ചെയ്യേണ്ട വന്നാലും നിങ്ങൾക്ക് ഫ്രാക്ഷൻ്റെ അവസാനത്തെ ആൻസർ എന്തായിരിക്കും, അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻഡ് അത് എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി ഇനി മുതൽ ഫ്രാക്ഷൻസ് സിംപ്ലസ്റ്റ്. ഇനി വലിയ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 10 കൊണ്ട് 8 2 കൊണ്ടൊക്കെ ഡിവൈഡ് ആണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്, ഏത് ഫ്രാക്ഷൻ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ് വന്നിട്ടുണ്ട് ഈ സീരീസിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് അതാന്ന് തോന്നുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ റൈറ്റ്. ഇതേപോലെ 25/125 നിങ്ങളൊന്ന് കട്ട് ചെയ്തേ. ഒറ്റടിക്ക് വേണേൽ നമുക്ക് കേട്ടോ 2നെയും 25 കൊണ്ട് ഹരിക്കാൻ പറ്റും. 25ന് 25 കൊണ്ട് ഹരിച്ചാൽ 1 125ന് 25 കൊണ്ട് ഹരിച്ചാൽ 1 5 1/5 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 25ഉം 125ഉം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 5നെ കൊണ്ട് 2ഉം 5ൽ അവസാനം 2ഉം 5നെ കൊണ്ട്. അപ്പോൾ 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 ആക്കി, 125ന് 5 കൊണ്ട് ഹരിച്ചാൽ 12ൽ 2 25ന് 5/25 വരും. ഇത് വീണ്ടും ചെയ്യാൻ പറ്റില്ല, 5നെ കൊണ്ട് വീണ്ടും ഹരിക്കാം. 5ന് 5 കൊണ്ട് ഹരിച്ചാൽ 1, 25ന് 5 കൊണ്ട് 5. സോ ഫൈനൽ ആൻസർ ഈസ് 1/5. ഈ രണ്ട് ആൻസറും എന്താ സെയിം ആണ്. ഞാൻ ഇതിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ഫ്രാക്ഷനെ നിങ്ങൾ മിനിമൈസ് ചെയ്താൽ, ഏത് വഴി ചുറ്റി നിങ്ങൾ മിനിമൈസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, ഒരേ സ്ഥലത്ത് ഒരേ സ്മോളസ്റ്റ് ഫ്രാക്ഷനിൽ തന്നെ എത്തും. അതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്രാക്ഷൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും. മക്കളെ, രണ്ട് ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യേണ്ട സമയത്ത്, കൂട്ടുക കുറയ്ക്കേണ്ട ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം 100% നിർബന്ധമാണ്, ഡിനോമിനേറ്റർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ സെയിം അല്ലയോ അതിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റൂല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതരാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നമ്മളെ സമയം വിലപ്പെട്ടതാണ്. നമ്മളിപ്പോൾ അത് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ 4/5ഉം അത് അടുത്ത 3/5 ഇത് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്, ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആണ്, ആഡ് ചെയ്യാൻ പറ്റുന്ന ഡിനോമിനേറ്റർ എന്ത് ചെയ്ത് ഒരു രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട, ആ സെയിം ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇവിടെ എന്താണ് ഇടുക അതന്നെ അവിടെ ഇടുക. പിന്നെയോ ന്യൂമറേറ്റർ ഇതെന്താണ്, 4 + 3 എന്താ 7. അപ്പം ആൻസർ 7/5. അതായത് പല കുട്ടികളും ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യും, 4 + 3 7ഉം 5 + 5 10ഉം കൂടി 7/10 എന്ന് ആൻസർ ചെയ്താറുണ്ട്. അതല്ല, ആൻസർ എന്താണ്, 7/5 ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. ക്ലിയർ അല്ല. അതായത് ഡിനോമിനേറ്റർ സെയിം ആയാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, ആ ഡിനോമിനേറ്റർ അവിടെ കോമൺ ആയിട്ട് വെച്ചിട്ട് ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്താണെങ്കിലും. ഇപ്പം ഇതെന്താ 4/5 - 3/5 എന്നാണെങ്കിൽ എന്തായിരുന്നു ചെയ്യുക, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, 5 അതേപോലെ ഇടുന്നു, 4 - 3 ചെയ്യണം, അത് 1 ആണ്. ചില ആൾക്കാർ ഇതെന്ത് ചെയ്യും 1/0 എന്നൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഇടൂലല്ലോ, ഡിനോമിനേറ്റർ മസ്റ്റ് ബി സെയിം. ഓക്കെ, അഡിഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഫസ്റ്റും കോമൺ റൂൾ ഇത് തന്നെയാണ്, ഈ റൂളേ ഉള്ളൂ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ചോദ്യം ഉണ്ടാവും, അപ്പോൾ സാറേ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിലോ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുമ്പ് എന്ത് ചെയ്യാം, കുറച്ച് ചോദ്യം ഇത് ചെയ്യാം, വേഗം ആൻസർ വന്നോട്ടെ. എന്താണ് ആൻസർ, 1/7 + 3/7 എന്ന് പറയുമ്പം 7 കോമൺ ആണ്, 1 + 3 4/7 ആൻസർ. അടുത്തത് -3/5 -2/5. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യട്ടെ, ഡിനോമിനേറ്റർ അവിടെ 5 ഇടട്ടെ. നിങ്ങൾ ഈ ഡിനോമിനേറ്ററിൻ്റെ സൈൻ എന്ത് ചെയ്താൽ ന്യൂമറേറ്ററിൻ്റെ കൂടെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അല്ലേ വേണ്ട, അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഞാൻ പിന്നെ പറഞ്ഞുതരാം, മൾട്ടിപ്ലിക്കേഷൻ വരും. ഓക്കെ, -3 ഇനി എന്ത് ചെയ്താൽ മതി, -3 - -2. അതെന്തായിരുന്നു അവിടെ നമ്മൾ ചെയ്യുക, -3 - -2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഇത് -3 + 2 ആണെന്നുള്ള അറിയാം. ഞാൻ -3 + 2 ആണെങ്കിൽ വലുതെന്ന് ചെറുത് ഓർക്കുന്നു, 3 - 2 1 ആണ്, വലുതിൻ്റെ സൈൻ -1. അപ്പോൾ ആൻസർ -1/5 ആയിരിക്കും. ആൻസർ -1/5. ഇതാണ് എന്ത്, ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ. ഇനി ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആകുമ്പോഴോ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കുക ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് ഇത് 2/3ഉം ഇത് 4/5 ആണ്. 2/3ക്കും 4/5നും എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ. അപ്പോൾ ഒരിക്കലും ഇത് 6/8 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ, പറ്റുവടാ. അതായത് നമ്മൾ ഓൾറെഡി അറിയാം, ഒരു ഫ്രാക്ഷനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പം 3നും 5നും 3 and 5 എന്നുള്ള രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ 3നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കരുതുക. അപ്പം എന്താ സംഭവിക്കുക,
315 ആവും അല്ലേ? അതേപോലെ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അതും 15 ആവും. ശരിയല്ലേ? അപ്പം 15 ഇതിന്റെ ഡിനോമിനേറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവർ ആഡ് ചെയ്യാം. അപ്പൊ ചുമ്മാ ഇത് അങ്ങനെ 3നെ 15 ആക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? 2/3യെ 3നെ നമ്മൾ 5 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇൻറ്റു 5/5 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? 2/3 തന്നെ എന്തായി മാറും? 10/15 ആയി മാറും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 2/3 10/15 സെയിം ആണ് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ 4/5നെ നമ്മൾ ഇൻറ്റു 3 കൊണ്ടല്ലടാ ചെയ്യുന്നത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? 4 × 3 12/5 × 3 15. അപ്പം എന്തായി? 2/3 4/5 എന്തായി മാറി? 10/15 12/15 ആയി മാറി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാലോ. കാരണം എന്താ? ഒരേ ഡിനോമിനേറ്റർ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 2/3 + 4/5 അല്ലേ നമ്മളെ ചോദ്യം. അത് തന്നെയാണ് എന്ത്? 10/15 ഇതാണ്ടല്ലേ, 10/15 + 12/15 ആണ്. അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഇതാണ്. അപ്പം നമുക്ക് വേഗം ആഡ് ചെയ്യാം. 15 ഇങ്ങനെ ഇടുന്നു, 10 + 12 22/15 ആണ് നമ്മളെ ആൻസർ. അപ്പം ഇത്രയും സ്റ്റെപ്പൊക്കെ വേണോ? വേണ്ട. ഇവിടെ എന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിക്ക് ഇങ്ങനെ, അതായത് 2/3 + 4/5 എന്ന് പറയുമ്പോൾ നമുക്ക് 15 അല്ലേ നമ്മൾ ഡിനോമിനേറ്റർ. അതെങ്ങനെ ഇട്ട് 3 × 5 ആണ് നമ്മൾ എന്തെടുത്ത്? 15 എടുത്ത്. 3 × 5 ആണ് നമ്മൾ 15 എടുത്തല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നോക്ക്, 2 × 5 10 ആണ്, +3 × 4 12 ആണ്. ഡിനോമിനേറ്ററിലോ 3 × 5 15. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 22/15. ഇതാണ് നിങ്ങൾ പറയുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ ലോജിക്ക് എന്താ? ഒരു നമ്പറിന് ഒരേ നമ്പർ, ഒരു ഫ്രാക്ഷൻ ഒരേ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? അതിൻ്റെ ലോജിക്ക്. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ ഇത് ഒറ്റ നോട്ടത്തിൽ 2/3 + 4/5 2 × 3 10 ആണ്, 3 × 4 12 ആണ്, 10 + 12 22 ഡിനോമിനേറ്ററിൽ 3 × 5 15 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഇത് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യില്ല എന്നല്ല, ഇതിൽ എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യും? നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യും. 1/2 - 3/5 എന്ന് പറയുമ്പോൾ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ? 5 × 1 5 ആണ്, 2 × -3 എന്ന് പറഞ്ഞാൽ -6 ആണ് അല്ലേ. 2 × 3 6 ആണ്, -6 ഇങ്ങനെ ഇടുന്നു, 2 × 5 10. അപ്പോൾ 5 - 6 എന്താ? -1/10. ആൻസർ അതന്നെ. ഈ 10 എങ്ങനെ വന്നാൽ 2 × 5. അടുത്തത് ഇവിടെ നോക്കേ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നോക്കിക്കോ. ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? 3 × 6 18, 4 × 5 20, 4 × 6 24. അഥവാ 38/24 ആണ് കിട്ടുക. ഇത് നമുക്കറിയാം, രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുമ്പോൾ കോ പ്രൈംസ് ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ എഴുതണമെന്നല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 38 എന്താ? 19 ആവും, 24 12 ആവും, 19/12. ഇതാണെന്ത്? നമ്മുടെ ഫൈനൽ ആൻസർ അല്ലേ. ഒരു സ്റ്റെപ്പ് നമ്മൾ അധികം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 4ഉം 6ഉം ആവുമ്പോൾ ഡിനോമിനേറ്റർ ഇവർക്ക് കോമൺ ആയിട്ട് 24 മാത്രമാണോ ഉള്ളത്? 12 എന്നുള്ള ഒരാളും കൂടി ഇല്ലേ? ഇപ്പം 4ഉം 12 ആക്കി 6, 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിത് 12 ആക്കാം, 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 12 ആക്കാം. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എന്താണ്? കമ്പാരിറ്റീവ്ലി 12 അല്ലേ, 12ലേക്ക് എത്താനല്ലേ സുഖം. 24 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലാതെ അതിൻ്റെ താഴെ ഏതെങ്കിലും നമ്പേഴ്സ് ഇവർ ഈ ഡിനോമിനേറ്റേഴ്സിന് കോമൺ ഉണ്ടോ നോക്കാം. ശരിക്കും അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ LCM എന്ന് പറയുന്നത് കേട്ടോ, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് 4ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്പിൾ നമ്മൾ ഇങ്ങനെ എഴുതും. എന്ത്? 4ൻ്റെ എഴുതുകയാണെങ്കിൽ 4 8 12 പിന്നെന്താ 16 20 24 ഇങ്ങനെ പോവും. പിന്നെയോ 6ൻ്റെ എഴുതും 6 12 18 24 30 ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾസ് 4ൻ്റെയും 6ൻ്റെയും. ഇനി ഇവരെ കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടാക്കും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 12 രണ്ടാക്കുണ്ട്,
24 രണ്ടാക്കുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും 36ഉം രണ്ടാക്കുണ്ടാവും അല്ലേ. 36 രണ്ടാക്കുണ്ടാവും. ഇതാണ് കോമൺ മൾട്ടിപ്പിൾ. അതിലെ ലോവസ്റ്റ്, ഇതിലേറ്റവും ചെറുത് ഏതാ? 12. അതാണ് എന്തെന്നത് LCM എന്ന് പറയുന്നത് കേട്ടോ. ലോവസ്റ്റ്, ഇതിൻ്റെ ചുളുവിൽ എന്താണ് നമ്മൾ എന്താണ് LCM കൂടെ പഠിച്ചിട്ടുണ്ട്. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ സാധനം. അപ്പോൾ എപ്പോഴും നിങ്ങൾ രണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ LCM ആണ് ഡിനോമിനേറ്റർ ആക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് സുഖം. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ 4 നമുക്ക് 12 ആയി മാറണം. അപ്പോൾ ശരിക്കും എന്താ 3/4 എന്തായി മാറും? ഇതിനെ 12 ആക്കുക 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 3 9/12 ആയി മാറും അത്. അതേപോലെ തന്നെ പ്ലസ് 5/6 എന്തായി മാറും? ഇതിനെ 12 ആക്കാൻ × 2. അപ്പോൾ ഇത് × 2 ചെയ്യണം. 5 × 2 10 ആണ്. 6 × 2 12 ആണ്. അപ്പോൾ എന്ത് ഒറ്റയടിക്ക് നമുക്ക് 19/12 എന്നുള്ള ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും സാറേ ഇതിനേക്കാൾ എത്രയോ സുഖം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണെന്നുള്ളത്. ഇത് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താ? ഞാൻ അടുത്ത എക്സാമ്പിൾസിൽ കാണിച്ചു തരാം. ഇത് നോക്കിക്കോ. 3/5 - 8/15. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 3 × 15ഉം 8 × 5ഉം ചെയ്ത് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? 5 × 15 ഒക്കെ ചെയ്യണം. 5ൻ്റെ കളികളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമായിരിക്കും. പക്ഷെ എന്നാലും കുറേ ചെയ്യാനില്ലേ? അതിന് പകരം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി ഇതിൻ്റെ LCM എന്താ വരിക? കോമൺ ആയിട്ട് 5ഉം 15ഉം വരുമ്പോൾ ശരിക്കും 15 എന്നുള്ള ഇതെന്താണ്? രണ്ടിൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ്, ലോവസ്റ്റ് ആണ്, LCM വരുന്നത്. അത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും നിങ്ങൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തൊന്നും നിങ്ങളറിയോ? 5ന് 5, 10, 5, 20 ഇങ്ങനെ പോകും. 15ന് 15, അപ്പോൾ തന്നെ എന്താ കട്ട് ചെയ്തു? രണ്ടിനും ഒരേ സാധനം ഇടല്ലേ? അപ്പോൾ എന്താ 15 ആണ് ഇവിടെ LCM. അപ്പോൾ ഇത് 15ലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3/5 എന്ന് പറയുന്നത് ഇത് × 3 ആണ്. അപ്പോൾ ഇതും × 3 ചെയ്യണം. അപ്പോൾ 9/15 - 8 ഇതെന്തെങ്കിലും ചെയ്യണോ? വേണ്ട. കാരണം എന്താ? 8/15 അതേപോലെ ഉണ്ട്. അപ്പോൾ എന്തൊരു 9 - 8 1/15 ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇതിനേക്കാൾ സംഭവം ഇങ്ങനെ വരും. എന്ത്? 7/8 - 1/56 ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ LCM എടുക്കുകയാണെങ്കിൽ 7 × 56 -8 × 1 ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ × 8 × 56 എന്നൊക്കെ ചെയ്യണം. ഓക്കെ അല്ലേ? ശരിയല്ലേ? 8 × 56 കുറേ സമയം എടുക്കില്ല. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും എന്ത്? 8ഉം 56 എന്താണ്? 8ൻ്റെ മൾട്ടിപ്പിൾ 56. 8 × 7 56. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 56 എന്ന ഡിനോമിനേറ്റർ എടുക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിന് × 7, ഇതും × 7. അപ്പം 49/56 - 1/56 കൊടുത്താൽ ഒറ്റയടിക്ക് എന്ത് കിട്ടും? 48/56 കിട്ടും. സാർ അപ്പോൾ ഇനിയും കുറക്കണ്ടേന്ന് തോന്നുമ്പോൾ കുറച്ചോടാ. എന്നാൽ എന്തായിരിക്കും? ഇത് വീണ്ടും 24 എത്രയാണ് വരിക? 28. വീണ്ടും 6/7. അതാ ഫൈനൽ ആൻസർ. അല്ലെ നിങ്ങളൊന്ന് 8 × 56 ചെയ്തിട്ടും ഈ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഈ 6/7ലേക്ക് എത്തണമെങ്കിൽ കുറേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം കുറേ മുകളിലേക്ക് പോകും. പിന്നെ എന്താ ചെയ്യുന്നത്? ചെറുതാക്കി എന്ത് ചെയ്യണം? ഏറ്റവും താഴത്തേക്ക്. അതിനേക്കാൾ നല്ലതാണ് സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് എന്ത്? LCM എന്നുള്ള കൺസെപ്റ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി മുതൽ നിങ്ങൾക്ക് തരുന്ന ഏത് ഫ്രാക്ഷനും ആ ഒരു മോഡൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യാൻ നോക്കണം. ഇവിടെ നോക്കിക്കോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ് LCM എന്താണ് വരിക? LCM 3ഉം 9 ആകുമ്പോൾ 9 ആണ് LCM. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? × 3 കൊടുത്താൽ മതി. 3 × 3 9 ആക്കാൻ. അപ്പോൾ എന്താ? 6/9 പ്ലസ് -4/9 ആ. അപ്പോൾ എന്താ? 9 കോമൺ ആണ്. -4 + 6 എന്ന് പറയുമ്പോൾ +2 ആണ്. 2/9 ആൻസർ. ഓക്കെ. വെറുതെ എന്ത് ചെയ്യണ്ട? 4 × 3 12 പ്ലസ് 28 18 30 കൂട്ടി ബൈ 3 × 9 27 ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട? അങ്ങനെയൊന്നും എന്തിനാ? പ്ലസ് അല്ലല്ലേ? 12 - 18 -6/27 അങ്ങനെ എന്താ വരും? യെസ്. അപ്പോൾ എന്താണ്? അത്രയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ലോജിക്ക് കത്തിയില്ലേ? അപ്പോൾ ഇതാണ് എന്ത്? സബ്ട്രാക്ഷൻ. ഇനി ഇവിടെ നോക്ക്. 7 + 1/3. സാർ ഇതെങ്ങനെ വെച്ചാൽ ഒന്ന് നമ്പർ ഒന്ന് ഫ്രാക്ഷൻ അല്ലടാ. ഇത് 7/1 ആണ് ഫ്രാക്ഷൻ. ഇനി നമുക്ക് ചെയ്യാലോ. LCM എന്താ? 3 ആ വരിക. അപ്പോൾ എന്ത്? 7 × 3 21 + 1/3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ എന്താ? 22/3 ആണ് നമ്മൾ ആൻസർ. മനസ്സിലായില്ലേടാ? നോക്ക് എന്താ ചെയ്തത്. ഇത് 7/1 ഞാൻ എന്ത് ചെയ്തു? × 3 കൊണ്ട്. ഇത് × 3 ആണ്, ഇതും × 3 ആണ്. അപ്പോൾ 21/3 കിട്ടി പ്ലസ് 1/3. അതാണ് കോമൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് 3 ഇട്ടിട്ട് കൊടുത്ത് 22/3 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സബ്ട്രാക്ഷനും അഡിഷനും സബ്ട്രാക്ഷനും മനസ്സിലായി ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി മൾട്ടിപ്ലിക്കേഷൻ
ഏറ്റവും എളുപ്പം, ഒന്നുമില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2/5 ഇൻറ്റു 3/7 ചെയ്താൽ മതി. നേരെ 2 × 3. ഇതാണ് ഏറ്റവും സുഖം. ഇങ്ങനെയായിരുന്നു അഡീഷനൊക്കെ വേണ്ടതില്ലേ. ഇങ്ങനെ ആക്കിയാൽ പോരായിരുന്നു. അങ്ങനെ ആക്കാൻ പറ്റില്ലടാ, കൺസെപ്റ്റലി തെറ്റാ. 2 × 3 ഇത് ന്യൂമറേറ്റർ നേരെ മൾട്ടിപ്ലൈ 6, ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക 5 × 7 35. ഇനി ഇവിടെ എവിടെയെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നെ ഫൈനൽ കട്ട് ചെയ്യാം, അല്ലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാനും പറ്റണം. അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ തന്നെ പറയുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇനി ചെയ്യേണ്ടി വന്നാലോ ഇനി ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ എന്താണ് ഇങ്ങനെ കട്ട് ചെയ്യും. കാരണം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കുറേ നേരം മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന എത്രയോ പെട്ടെന്നാണ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് അല്ലേ. അതാണ് കട്ടിങ്ങിൻ്റെ ആവശ്യം വരിക. അത് നമ്മൾ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് പഠിക്കും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെരി സ്ട്രെയിറ്റ്. വേഗം ചെയ്തോ. 4 × 2 8, 5 × 3 15. അടുത്തത് -2 × 4 8, -8 ആണ്. 3 × 5 15. 7 × 1/7 ഇത് 7/1 ആണ്. അപ്പോൾ 7/7 = 1. ന്യൂമറേറ്റർ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. 1 1 ആൻസർ ഫൈനൽ ആൻസർ 1. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഡിവിഷനോ, ഡിവിഷൻ നേരെ ഉൾട്ട് എടുക്കുക. അതായത് 2/5 ÷ 1/3 എന്നാണ്. എന്ത് ചെയ്താൽ മതി നിങ്ങൾ, സബ്ട്രാക്ഷൻ്റെ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ഉണ്ടാവും. എന്താ 2/5 ഈ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ഇൻറ്റു ആക്കണം. 1/3ക്ക് പകരം 3/1 കൊടുക്കണം. അപ്പോൾ എന്താ ആൻസർ വരിക 6/5. 2 × 3 6, 5 × 1 5. 6/5 ആണ് എന്ത് 2/5 ÷ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിവിഷൻ അത്ര 2 സ്റ്റെപ്പ് പ്രോസസ്സ്. ആദ്യം ഉൾട്ടിയാക്കി മൾട്ടിപ്ലിക്കേഷൻ, ആദ്യം ഉൾട്ടിയാക്കാൻ മൾട്ടിപ്ലൈ ചെയ്യാം, അത്ര തന്നെ ചെയ്ത് നോക്കിക്കോ. 2/5 ഡിവൈഡ് അതന്നെയാണല്ലോ വന്നത്. 2/5 ÷ 1/3 എന്താ ആൻസർ വരിക 2/5 × 3/1 വരും അല്ലേ. അപ്പോൾ 6/5. ഓക്കെ. അടുത്തത് 4/5 ÷ 1/5. അതായത് 4/5 ÷ 1/5. അപ്പോൾ എന്താ വരിക 4/5 × 5/1 അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 4 എന്ന് കട്ട് ചെയ്ത് അങ്ങനെ വേണമെന്നില്ല. 4 × 5 20/5 വിച്ച് ഈസ് ഈക്വൽ 20/5 എന്നാൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 4 ആം, ഇത് 1 ആം. 4. ഓക്കെ. അപ്പോൾ ശരിക്കും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും 4/5 × 5/5 ആണെങ്കിലും എന്താ നമ്മൾ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്ന 5നെ കൊണ്ട്. അതായി 5 കട്ടാകുന്നത്. കട്ട് ചെയ്തിട്ട് 0 അല്ല കേട്ടോ, ഇതും 1 ഇതും 1 ആവുന്നത്. എന്നിട്ട് എന്താവും ആൻസർ ഫൈനൽ ആൻസർ 4 വരും. ഇനിയിപ്പം ഇത് ചെയ്ത് ഒരു പോയിന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ ഒരേ സാധനമാണെങ്കിൽ ഇതെന്താ 4/5 കട്ട് ചെയ്ത് 4/1 4 ആൻസർ എന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് 4 ÷ 2/5 ഇതല്ല സാധനം. അപ്പം എന്ത് ചെയ്യും 4 × 5/2 ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കട്ട് ചെയ്യാം. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 2 ആയി മാറും, ഇത് 1 ആയി മാറും. അപ്പം എന്താ ആൻസർ 10 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി 4 × 5/2 അല്ലേ. ആദ്യം നമ്മൾ 4 × 5 20 ചെയ്യുന്നു. ഇത് 1 ആണ്. 2 × 1 2 ആണ്. 20/2 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ് ആൻസർ. ഓക്കെ, റൈറ്റ്. 6/8 ÷ 6 ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തുന്ന 6 ആണ്. അപ്പോൾ എന്ത് വരും 6/8 × 1/6 ആ വരിക. അപ്പോൾ എന്താ ഈ 6 ക്യാൻസൽ ആവും, 1/8 ആണ്. ഇത് 0 അല്ല കേട്ടോ, ഇത് 1 ഇതും 1 ആട്ടാവുന്നത്. ഓക്കെ, റൈറ്റ്. ഇതെന്ത് ഒറ്റയടിക്ക് ഇതും കട്ടി 1/8 ആണ് ആൻസർ എന്നൊക്കെ നിങ്ങൾക്ക് വരും. ചെയ്ത് നോക്കിയാൽ ശരിയാവും. ഈ ചെയ്ത് സ്പീഡാണ് എന്ത് ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് പരീക്ഷകളുടെ സമയം നിങ്ങളെ ലാഭിക്കാൻ പോകുന്ന കാര്യം. ഇവിടെയാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത സാധനം. ഇതൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് പല പാഠങ്ങളിലായിട്ട് വരും. ആ പാഠങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് 4 × 5 20 20 × 6 120 ÷ 18 എന്നിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി 4ഉം 2ഉം 2 ആയിരിക്കും അല്ലേ. 9ഉം 6ഉം ഇത് 3 ആവും. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ എഴുതരുത്. 9ഉം 6ഉം 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആയിരിക്കും, 6ന് 2 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി 2 × 5 × 2 ÷ 3 ആണ്. ഇതൊക്കെ മനസ്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ എന്ത് വരും 2 × 5 10 × 2 20/3 ഒറ്റയടിക്ക് ആൻസർ. നേരത്തെ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്, നേരത്തെ എത്രയാ 4 × 5 × 6 എത്രയാ 26 120/18 ആണ്. ഇത് വീണ്ടും കട്ട് ചെയ്ത് ഓരോന്നും കട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 20/3 എന്നുള്ള ആൻസർ തന്നെ കിട്ടും. 6നെ കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ഇതാണെന്ത് മൾട്ടിപ്ലിക്കേഷൻ വലിയ ഇത് കണ്ടോ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എത്തും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം 9ഉം 27ഉം 2ലും 9 പോവും. 9ലും ഇത് 1 ആവും, ഇത് 3 ആയി മാറും. ഓക്കെ, 25ഉം 10ഉം 5 പോവും, ഇത് 5 ആവും, ഇത് 2 ആവും. അപ്പോൾ 3 × 2 എന്താ 6, അത് പോവും. അപ്പോൾ എന്താ ആൻസർ 5 ആ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് എത്തുന്ന ആലോചിച്ച് നോക്ക്.
അപ്പോൾ ഈ സ്റ്റെപ്പ് ചില കുട്ടികൾക്ക് മനസ്സിലായിട്ട് 3 into 2 എങ്ങനെയാണ് വേണം എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഈ 6ഉം 3ഉം ഒരു പ്രാവശ്യം ഇത് 2 ബാക്കിയുണ്ടാവും. 6ൽ 3 പോയി കഴിഞ്ഞാൽ ഈ രണ്ടും കട്ടിയത് 1 1. അപ്പോൾ ആൻസർ ലാസ്റ്റ് 5 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ടോ 36 into 49 കണ്ടോ 36 into 49 നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും 36ഉം 6ഉം 6 ആണ്, 7ഉം 49ഉം 7 ആണ്. അപ്പോൾ 6 into 7 42 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ റൈറ്റ്. ഇനി ഇത് വലിയ വലിയ നമ്പേഴ്സ് 1812/24 എന്ന് പറയുമ്പം കുറേ നേരം എന്ത് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഏതൊക്കെ ഇവർക്ക് കോമൺ ചിലപ്പോൾ എന്ത് ചെയ്യും 1812 24 തന്നെ പോവായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 906 വരും. പിന്നെ ബൈ 12 ആവും. വീണ്ടും 2 ഉണ്ട്. അപ്പോൾ എന്താ 453 വരും. അപ്പം 6 ആവും. 453/6. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. ഇപ്പം നമുക്കറിയില്ല തൽക്കാലത്തേക്ക്. അത് പഠിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഇതിനെ 453നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. അതെടുത്ത് അതും കൂടി ആയാലും എന്താ കുറച്ചും കൂടെ റെഡിയാവും. അതും കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തം ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കേട്ടോ. അടുത്തത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാത്സ് ബേസിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും വാവ് ഫീൽ വരാൻ പോകുന്നത് ഈ ഒരു സാധനത്തിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊരു വലിയ നമ്പർ തരാം. വലിയ നമ്പർ തരാണ് എന്ത് 45 30 അല്ല ഇതൊക്കെ തെറ്റില്ല. ഓക്കെ, ഈ ഒരു നമ്പർ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലേ. ലാസ്റ്റ് 0 ഉണ്ട് 10 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാലോ അപ്പോഴും അറിയാം ലാസ്റ്റ് 0 ഉണ്ട് 5 കൊണ്ട് ഹരിക്കാം. ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാലോ അപ്പോഴും നമുക്കറിയാം എന്ത് ഇത് ഇരട്ടാക്ക സംഖ്യയാണ്, ഈവൻ നമ്പറാണ്, അതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ ഞാൻ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അറിയില്ല അല്ലേ, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെങ്കിലും അറിയാത്തുണ്ട്. അതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ എന്താണ് ഒരു 81 9ൻ്റെ സ്ക്വയർ ആണ്. അപ്പം ഈ നമ്പറിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട് നോക്കിക്കൊണ്ട് പല നമ്പറുകളും ഹരിക്കാൻ പറ്റും, ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാവണം. അതാണ് ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിവിസിബിലിറ്റി ടെസ്റ്റ്. സാധനം ക്ലിയർ ആയില്ല. അപ്പം ഇതും കൂടെ ആകുമ്പോഴാണ് ഫ്രാക്ഷൻസ് എന്നുള്ള പാർട്ട് പെർഫെക്റ്റ് ആവുക. സെറ്റ് അല്ലേ? അപ്പം എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം അല്ലേ. വളരെ സിമ്പിൾ. ഏറ്റവും ആദ്യം എന്താണ് 2 മുതൽ തന്നെ തുടങ്ങാം. ഒരു നമ്പർ ഏത് നമ്പറും 2 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അത് ഈവൻ നമ്പർ ഇരട്ടക്ക സംഖ്യ ആയിരിക്കണം. അപ്പൊ പറടാ 4 3 5 1 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നീ ചില സാർ അതെങ്ങനെ സാറേ ഇരട്ടക്ക സംഖ്യ ആണോ ഒറ്റക്ക സംഖ്യ ആണോ എന്നുള്ള ഡൗട്ടുള്ള കുട്ടികൾ ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാണ് എന്താണ് ഈ ഒറ്റക്ക നമ്പർ 1 3 5 7 9 അവസാനിക്കുന്നെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. കാരണം അതൊക്കെ ഒറ്റക്ക സംഖ്യ ആയിരിക്കും. ലാസ്റ്റ് 1 പറ്റൂല. ഇനി 2ന്റെ കേസ് ഇരട്ടക്ക 0 2 4 6 8 ഇതിലാണ് അവസാനിക്കുന്നെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. അതാണ് 2ന്റെ കാര്യം. ഇനിയിപ്പോ 3ന്റെ കേസിലോ 3ന്റെ കേസിൽ എന്താണെന്നുള്ള റൂള് നമുക്ക് ഈ ഒരു നമ്പർ തരാം. ഈ നമ്പറിന്റെ ഓരോ അക്കങ്ങളും നമ്മളുടെ തുക എടുത്തു നോക്കാം 10 1 9 10 17 6 23 4 എത്രയാടാ 23 4 27 അല്ലേ. വേണേ ഈ 2 7 വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂട്ടുന്നതിന് കുഴപ്പമില്ല 9 എന്നാക്കാം. 2 + 7 9. ഈ കിട്ടുന്ന നമ്പർ ഈ 27 അല്ലെങ്കിൽ 9 എന്താണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ മൊത്തം സംഖ്യേനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. നല്ല രസമില്ല. അതായത് ഞാൻ നോക്കിയിട്ട് 10 17 23 23ന്റെ ഗുണിതാണ്. അപ്പൊ എന്തേ പറ്റും അത് ഈ കൂട്ടി കിട്ടുന്നത് 3ന്റെ ഗുണിതം ആയാൽ മതി എന്താണ് നമുക്ക് ഹരിക്കാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ. അങ്ങനെയാണ് ഇതൊന്ന് പറയടാ 3 5 8 8 8 16 16 ആകുമ്പോൾ എന്താ 3ന്റെ ഗുണിതമല്ല എന്ത് ചെയ്യാൻ പറ്റൂല ഹരിക്കാൻ പറ്റൂല. ഇതാണ് 3ന്റെ കേസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം തരാം. നിങ്ങൾ സ്ലൈഡ് നമ്പറും കൂടെ കൊടുക്കണം. 47ാമത്തെ സ്ലൈഡ് നമ്പറിൽ ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ റൈറ്റ്. ഇനി 4ന്റെ കേസിൽ എങ്ങനെ വരിക? 4ന്റെ കേസിൽ നിങ്ങൾ നമ്പർ ഇത് എത്ര വലുതാണെങ്കിലും അവസാനത്തെ 2 ഡിജിറ്റ് ഉണ്ടല്ലോ, ഈ 2 ഡിജിറ്റ് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ഹരിച്ചെന്നെ നോക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം 74 പറ്റൂല. കാരണം എന്താ 72 76 80 വരിക. സോ 74 പറ്റൂല. അതുകൊണ്ട് ഇത് മൊത്തം 4 കൊണ്ട് പറ്റൂല എന്നർത്ഥം. ഇവിടുത്തെ കേസിലോ കറക്റ്റാണ് 4 കൊണ്ട് വരും. അപ്പൊ എത്ര പെട്ടെന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനിപ്പം
ഇത്രയും വലിയൊരു നമ്പർ ആണെങ്കിൽ എന്താ നമുക്കൊരു വിഷയമില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് 72 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ഇത് സാധനമാണ്, സെറ്റാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് വേണോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്യാൻ ഒറ്റ നോട്ടത്തിൽ ഇവിടെ, കാരണം ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ല. കാരണം എന്താ, അത് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ. ഇത് നോക്കിക്കോ. ഓക്കെ, ഈ സാധനം എന്താണ് ഹരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നിങ്ങൾ സ്ലൈഡ് നമ്പർ വെച്ച് ഒന്ന് കമന്റ് ചെയ്യട്ടോ. 48 എന്നിട്ട് സ്ലൈഡ് നമ്പർ വെച്ച് ചെയ്താൽ മതി. അടുത്തത് 5 കൊണ്ട് വളരെ സിമ്പിൾ ആണല്ലേ. ഇത് പറ്റും, കാരണം ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 0 അവസാനിച്ചാൽ എല്ലാ നമ്പേഴ്സും പറ്റും. ഇത് പറ്റും, പക്ഷെ ഇത് പറ്റൂല. സിമ്പിൾ. ഓക്കെ, 6ന്റെ കേസിലോ, 6ന്റെ കേസിൽ ശരിക്കും പറഞ്ഞാൽ 6നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി 2ൻ്റെതും പഠിച്ചിട്ടുണ്ട് 3ൻ്റെതും പഠിച്ചിട്ടുണ്ട് അല്ലേ. 2ൻ്റെ ഇരട്ടാക്കിയ സംഖ്യ നോക്കിയാൽ മതി. 3 ആണെങ്കിൽ എന്തായിരുന്നടാ അക്കങ്ങൾ ആഡ് ചെയ്തിട്ട് 3ൻ്റെ ഗുണിതാന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇരട്ടക്ക സംഖ്യയും 3ൻ്റെ ഗുണിതമാണെങ്കിൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇരട്ടക്ക സംഖ്യയും 3 കൊണ്ട് ഹരിക്കാനും പറ്റുമെങ്കിൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഇരട്ടയല്ല, 6 കൊണ്ട് പറ്റൂല. ഓക്കെ, ഇനിയോ ഇതിന്റെ കേസിൽ ഓക്കെ ഇരട്ടയാണ്. അപ്പം നോക്കണം 10 17 19 പറ്റൂല. 19 ആകുമ്പോൾ 3ൻ്റെ ഗുണിതം. ഇതോ 4 4 4 12 ഇരട്ടക്ക സംഖ്യയാണ്. അപ്പം എന്താണ് ഇത് ഗുണിക്കാൻ പറ്റും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്കുള്ള ചോദ്യം പറ്റുമല്ലോ എന്നുള്ളത് കേട്ടോ. വേഗം കമന്റ് ചെയ്യേണ്ട സ്ലൈഡ് നമ്പർ വെച്ചിട്ട്. നെക്സ്റ്റ് 7 സാർ 8 ആണല്ലോ. എടാ 7ന് എന്തോ ഒരു സാധനം ഉണ്ട്, അത് ഭയങ്കര കോംപ്ലിക്കേഷൻ. അതിനെക്കാട്ടും നല്ലത് 7നൊക്കെ ഒന്ന് ഹരിച്ചു നോക്കലാട്ടോ. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ എന്താ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. ഇതൊക്കെ എന്ത് എളുപ്പമാണ്, പക്ഷെ എന്താണ് കുറേ സ്റ്റെപ്പ്, അത് അങ്ങനെ കൂട്ടി അതിൽ നിന്ന് ഇത് കുറക്കാന്നൊക്കെ പറയുമ്പോൾ എന്താ അതിലും നല്ലത് 7 കൊണ്ട് ഹരിച്ചു നോക്കലാണ്. അപ്പോൾ 7ൻ്റെ എന്ത് ചെയ്യില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഉണ്ട് കേട്ടോ, സാധനം ഉണ്ട്. സാധനം ഇപ്പോൾ ഏതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതിനേക്കാൾ സുഖം ചിലപ്പോൾ ഹരിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇനി 8ൻ്റെ കേസിൽ ഇവിടെ 4ൻ്റെ കേസ് എന്തായിരുന്നു, 4നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യുക അവസാനത്തെ 2 ഡിജിറ്റുകൾ വെച്ചിട്ടാണ്. ആ 2 ഡിജിറ്റുകൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നല്ല നമ്മൾ നോക്കുന്നത്. അതേ സ്ഥാനത്ത് 8ൻ്റെ കേസിലാകുമ്പം അവസാനത്തെ 3 എണ്ണം നോക്കണം എന്ന് മാത്രം. അവസാനത്തെ 3 എണ്ണം. ഇപ്പം 540 ആകുമ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ 54 പറ്റൂല, 48 6 പിന്നെ എത്രയുള്ള 6 60 പറ്റൂല. അപ്പം എന്താണ് ഇത് 8 കൊണ്ട് പറ്റൂല. ഇനി 640 നമുക്കറിയാം 64 8 പ്രാവശ്യമാണ്. അപ്പം 80 എന്ത് 640 ഡിവൈഡഡ് ബൈ 8. അപ്പം എന്താണ് ഈ സാധനം പറ്റും. അവസാനത്തെ 3 ഇത് കുറച്ചും കൂടെ കണ്ടോ, ഇത് തന്നെ എന്താണ് മൊത്തം ഹരിച്ചു നോക്കുന്നതിനേക്കാൾ എത്രയോ ഗുണമായതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതും അത്ര ഈസി സാധനമല്ല. ലാസ്റ്റ് 3 ഡിജിറ്റ് ചിലപ്പോൾ നിങ്ങൾ ഹരിച്ച് തന്നെ നോക്കേണ്ടി വരും. പക്ഷെ ഇത്രയും സാധനം ഹരിച്ച് നോക്കണ്ട എന്നുള്ളതാണ് അതിനിപ്പം ഇവിടെ കുറച്ചും കൂടെ ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഹരിച്ചു നോക്കണ്ട, ലാസ്റ്റ് 3 മാത്രം ചെയ്താൽ പോരെ. അതാണ് 8ൻ്റെത്. ഓക്കെ റൈറ്റ്. ഇനി 9ൻ്റെ കേസിലടാ 3ൻ്റെ എന്തായിരുന്നു, 3ൻ്റെ സെയിം സാധനമാണ്. 3നെ നമ്മൾ എന്താ ചെയ്യുക, നമ്പേഴ്സിൻ്റെ തുകകൾ ഓരോന്നിൻ്റെയും ഡിജിറ്റിൻ്റെ വാല്യൂസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3ൻ്റെ ഗുണിതാന്നല്ല നോക്കിയത്. 9 അതേപോലെ തന്നെയാണ്, ഡിജിറ്റുകൾ ആഡ് ചെയ്യുക എന്നിട്ട് അത് 9ൻ്റെ ഗുണിതാണോ നോക്കിയാൽ മതി. ഇവിടെ നോക്കാം 6 10 19 21 28 അല്ല 27 ആണ് 9ൻ്റെ ഗുണിതം. അപ്പോൾ ഇത് മൊത്തത്തിലല്ല. ഇതോ 7 10 15 19 20 രണ്ടും അങ്ങനെ തെറ്റാന്ന് ഞാൻ കൊടുക്കാറല്ലോ. 6 10 19 21 28 തന്നെയാണ്, പറ്റൂല. 7 10 15 19 20 ഇതും പറ്റൂല. അപ്പം എന്താ 2 9 കൊണ്ട് ഹരിക്കാൻ പറ്റൂല എന്ന്. റൈറ്റ്, നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ എന്താ ഒരു സാധനം എനിക്കറിയില്ല കേട്ടോ, ഹരിക്കാൻ പറ്റൂല എന്നുള്ള സ്ലൈഡ് നമ്പർ വെച്ച് എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം. എൻ്റെ ഏറ്റവും അവസാനം 10ൻ്റെത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ലാസ്റ്റ് എന്തായിരിക്കണം, ലാസ്റ്റ് 0 ഉണ്ടായിരിക്കണം അല്ലേ, ലാസ്റ്റ് 0. അപ്പം ഇത്രയാണ് ഡിവിസിബിലിറ്റി. ഇതോടുകൂടി എന്ത് ചെയ്തു, നമ്മുടെ ഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കും നമുക്കിവിടെ കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തരാം. ഇതാണ് അല്ല ഹരിക്കാൻ നോക്കുന്നത്, ഇതെവിടെ ആവശ്യം വരുന്നത് എന്നുള്ളത് അല്ലേ. സോറി ആ സാധനം എന്നോട് മറന്ന്, എവിടെ ആവശ്യം വരുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഒക്കത്തിന് എന്ത് ചെയ്യാം, നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഗുണം ഇതാ നോക്കുന്നത്, ഒറ്റയടിക്ക് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 62നെ 5 എന്ന് പറയുമ്പോൾ ഇതെന്താ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കണേ. 62നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിവിഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻ്റ് ആയിട്ട് ഇടണം. 62നെ 5 കൊണ്ട് ഞാൻ ആദ്യം അല്ല ഈ 6255 ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 6നെ ഞാൻ എന്ത് ചെയ്യും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു തവണയാണ് 1 ബാക്കിയുണ്ട് ഇവിടെ അല്ലേ. 6ൽ 5 ഒരു പ്രാവശ്യം പോയാൽ ആ 1ഉം ഈ 2ഉം 12നെ കൂട്ടുമ്പോൾ 2 തവണയാണ്, 10 2 ബാക്കിയുണ്ട്. അപ്പോൾ 2 5 25 എത്ര പ്രാവശ്യമാണ്, 5 പ്രാവശ്യമാണ്.
ആൻഡ് പിന്നെ ഈ 5-ൽ ഒരു പ്രാവശ്യം. ഇതാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇതെന്താണെന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് ബേസിക്കലി ഡിവിഷൻ്റെ പ്രശ്നം തന്നെ ആവാനാണ് ചാൻസ്. നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഡിവിഷൻ ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾ വീഡിയോ ചെയ്തു തരും. ഇനി ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നോക്കാം. 3 6 3 കൊണ്ട് ഡിവൈഡ് 9 ആണ്. അപ്പോൾ വേഗം 12ന് 1 പറ്റൂല, 12നെ ഡിവൈഡ് ചെയ്താൽ 4 ആണ്. ഇവിടെ 0 ആണ് ശിഷ്ടം വരിക. 5-ൽ ഒരു തവണയാണ് 2 ശിഷ്ടം, 21-ൽ 7 തവണ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 417 ആണ് ഫൈനൽ ആൻസർ. എങ്ങനെ നമുക്ക് മനസ്സിലായത്? അല്ലെങ്കിൽ ഈ നമ്പറിന് ഓരോന്നും നമ്മൾ നോക്കേണ്ടി വരുമായിരുന്നു അല്ലേ? അടുത്തത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 24 6-നെ 4 കൊണ്ടും കട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് 6-നെ 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 4 കട്ട് ചെയ്യണമെങ്കിൽ ഇത് 76 പറ്റും, കാരണം 80-ൻ്റെ 1 കുറവാണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4-ൽ 1 0, 4-ൽ 1 0, 9-ൽ 2 1 ബാക്കി, 17-ൽ 4, 16 കഴിച്ച് 1 ബാക്കി, 16-ൽ വീണ്ടും 4. ഇതാണെന്ത്? അപ്പോൾ ഇത് 24-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആയി മാറും. 6 ബാക്കി അല്ലേ? ഒരേ നമ്പറാണ്. ഇനി ഇത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയായിരുന്നു, ഇരട്ടക്ക സംഖ്യയാണ്. 4 8 12, അപ്പോൾ 3-ൻ്റെ ഗുണിതാണ്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കണേ നിങ്ങൾ, ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് 1 ആയി മാറും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 11-ൽ 6 ഒരു തവണയാണ്, 1 5 ബാക്കി. 52-ൽ 8 തവണയാണ്, 4 ബാക്കി. 48 കഴിഞ്ഞ് 4, 44-ൽ 7 തവണയാണ്, 42 കഴിച്ച് 2 ബാക്കി. 24-ൽ 6. ഇതാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ നോക്കി ഡിവിഷൻ ചെയ്യുന്നത്. ഇത് ബേസിക് ഡിവിഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. 1024-ഉം 64-ഉം. 64 നമുക്കറിയാം 8-ൻ്റെ ഗുണിതം. അപ്പോൾ 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ വേഗം സ്റ്റെപ്പ് തരും അല്ലേ? അപ്പോൾ ഈ 3 ഡിജിറ്റ് 8-ൻ്റെ ഗുണിതാണ് നോക്കാം. ആണല്ലേ? 24 8-ൻ്റെ ഗുണിതം. അപ്പോൾ ഇത് മൊത്തം 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 64 8 കൊണ്ട് ഹരിച്ചാൽ 8 ബാക്കി. 10-ൽ ഒരു തവണ, 22-ൽ 16 2 തവണ, 64-ൽ 8 128. ഓക്കെ, ഈ 128 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ ഒറ്റയടിക്ക് നോക്കിയാൽ മതി. പക്ഷെ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 120-ഉം 8-ഉം ആണ്. അപ്പോൾ 16 ആയിരിക്കും ആൻസർ. 12-ൽ ഒരു തവണ, 48-ൽ 6 തവണ, 16 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി ചോദ്യം ഉണ്ടോ? ഇല്ല. ഇനിയാണ് നിങ്ങൾക്ക് ഫ്രാക്ഷൻ്റെ പെൻഡിങ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. വേഗം ചെയ്ത മക്കളെ. ഇതിലെല്ലാം വരുന്നില്ല, എല്ലാം ഉണ്ട്. കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഒക്കെ ഉണ്ട്. 10 എണ്ണം എന്ത് ചെയ്തോ ഇപ്പോൾ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുന്നു, ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ശരി എത്ര ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതോടുകൂടി എന്താണ്, നമ്മൾ ഫ്രാക്ഷനും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.